ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എനർജീസാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ്, പാസ്റ്റിലാണെന്നുണ്ടെങ്കിലും പ്രസൻറ്റിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റിലേക്കും അതുപോലെ തന്നെ പ്രസൻറ്റിലേക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ രണ്ട് കാലഘട്ടത്തിലും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ളൊരു താല്പര്യത്തിന് വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് പാസ്റ്റിൽ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ലൈഫിൽ ഒരു സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം എന്തെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്ട്രഗിളിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ വളരെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ചും ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് നിങ്ങൾ അങ്ങനെയായിരിക്കാം ചെന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിട്ട് ആരും ഇല്ലാതൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത്, ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ദൈവദൂതൻ എന്നൊക്കെ പറയുന്നത് പോലെ ആശ്വാസമായിട്ടൊരു വ്യക്തി നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത്രയും ഒരു ഡിവൈനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുന്ന ഒരാൾ നമ്മളുടെ ഒരു രക്ഷകനാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ വളരെയധികം ഒരു സ്നേഹം, താല്പര്യം, അല്ലെങ്കിൽ എല്ലാം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം ട്രസ്റ്റ് വർത്തി ആയിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പരസ്പരം നിങ്ങൾ തമ്മിൽ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, വിശ്വസിച്ചിട്ടുണ്ടാവാം. എല്ലാം കൊണ്ടും രണ്ട് വ്യക്തികൾ പരസ്പരം ഒന്നിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അത്രയും ട്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോവില്ല എന്ന് അവരും നിങ്ങളും കരുതിയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയും പാസ്റ്റിനകത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർക്ക് ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ തൊട്ടടുത്ത് ഈ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഒരിക്കലും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാതെ കൊണ്ടുപോയിട്ടുള്ളൊരു ബന്ധമായിരിക്കും. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ ഫുൾ എനർജി, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു ക്വാളിറ്റി ടൈം തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്കിവിടെ ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർക്കെങ്കിലും ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ലെവൽ, നമ്മളുടെ ലൈഫിൽ എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട്. ഒരു റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു ആഗ്രഹമുണ്ട്, ഇന്നതുപോലെയുള്ളൊരു വ്യക്തി ആയിരിക്കണം എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ന ക്വാളിറ്റീസ് ആ ഒരു പേഴ്സണ് വേണം എന്നുള്ളൊരു ഡ്രീം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെ കൈപിടിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണൽ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ വന്ന ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പോലെയുള്ള ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ അത്രയും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ആ ഒരു പേഴ്സണായിട്ട് ആ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു ട്രഷറാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ ഒരു പേഴ്സൺ ചിലപ്പോൾ അഹങ്കരിച്ചിരുന്നൊരു കാര്യമായിരിക്കാം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും അത്രയും ആ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലല്ല, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടന്ന ഒരു ബന്ധമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇത്രയും ഒരു സിങ്ക് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ടുള്ള റെസനേറ്റിംഗ് വളരെ കുറവായിരിക്കും. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പാസ്റ്റ് എനർജി അത്രയും സ്ട്രോങ് ആണ്. ഒരു കാരണവശാലും നിങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിക്കോട്ടെ ഈ ബന്ധം
എപ്പോഴെങ്കിലും ഒന്ന് കട്ടായി പോകുന്നു അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ പോകുന്നു പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു ഡ്രീം കം ട്രൂ അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ആ ഒരു പ്ലസൻറ്റ് എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നോ എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്കിവിടെ എടുത്ത് നോക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം അത്രയേറെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തിരുന്നു, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പൊക്കെ പോലെ പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇൻറ്റിമസി കൂടി ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ചിലർക്കിത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, അത്രയേറെ ഡെപ്തിലേക്ക് പോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. ആ ഒരു ഡീപ്പനിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നൊരു വ്യക്തികളായിരിക്കാം. അപ്പോൾ ഒരുപാട് സ്വപ്നം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പങ്കുവച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രസൻറ്റ് സ്റ്റേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു സ്നേഹവും ഇഷ്ടമെല്ലാം നിങ്ങളോടുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി പാസ്റ്റിൽ എങ്ങനെയായിരുന്നോ നിങ്ങളെ സമീപിച്ചിരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു ട്രസ്റ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നോ, അതിപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പാസ്റ്റിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ മിസ്സിങ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങൾ രണ്ടുപേരും ഒരു 100/100 കോംബോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മജീഷ്യൻ റിവേഴ്സ്ഡ് എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ പരസ്പരമുള്ള ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ടാവാം. ഈ ഒരു വ്യക്തി ചിലപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ സമ്മതിച്ചു തരാനുള്ള മടി കൊണ്ടോ അവർ കള്ളങ്ങൾ പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കാത്തൊരവസ്ഥയായിരിക്കാം. ചില കാര്യങ്ങൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. അതായത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളപ്പോൾ നമ്മളുടെ ആ ഒരു സ്നേഹം കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെപ്ത് കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മളുടെ പാർട്ട്ണറിന് അംഗീകരിച്ചു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നമ്മളൊരു റെസ്ട്രിക്ഷൻ വെക്കാതെ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു മിസ്യൂസിങ് ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ടാവാം. അതായത് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ യഥാർത്ഥത്തിൽ എന്താണോ ആ ഒരു എനർജിയിൽ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്ത് മാറിയിട്ടുണ്ടാവും. മറ്റൊരു വ്യക്തിയെ പോലെ അവർ കാണിക്കുന്നുണ്ടാവും. ചിലപ്പോൾ തന്നെ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും, ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ ഇത്രയും സ്നേഹത്തോടു കൂടി എൻ്റെ ലൈഫിൽ സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് എന്ത് പറ്റിയല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ചിലപ്പോൾ ഇത്രത്തോളം മാറാൻ സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു പാസ്റ്റിലുള്ള ഒരു സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സൺ എനർജി പോലെ അത്രയും പരസ്പരം രണ്ടുപേരുടെ ലൈഫിൽ ഒരു പ്രകാശമായിട്ട് പോയിരുന്ന ഒരു ബന്ധമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് അതിൻ്റെ അവിടെ ഒരു ലാക്ക് ഓഫ് ഹോണസ്റ്റി സംഭവിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളൊരു പ്രേരണ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സുതാര്യത അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ഒരു കഴിവെന്താണോ അതിൽ പോലും ഒരു വിശ്വാസമില്ലാത്ത, കോൺഫിഡൻസ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വന്നൊരു മാറ്റത്തിൽ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം വേണ്ടത് നിങ്ങളുടെ വ്യക്തി പാസ്റ്റിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹത്തോടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയിരുന്നു, അതുപോലെ വീണ്ടും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ വരണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജി നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഒരു ഫുൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെയും ഈ ഒരു പേഴ്സണെയും ആശ്രയിച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്രത്തോളം ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അത്രയേറെ നിങ്ങൾ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു ചെകുത്താനും കടലിനും നടുക്ക് അകപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഇരിക്കുന്ന ഒരു എനർജിയിലാണ്. അതായത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പ്രതിബന്ധങ്ങളുണ്ട്. അതെങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു അറിവ് ഈ ഒരു പേഴ്സണില്ല. അതിനകത്തിട്ട് കൈകാലിട്ട് അടിക്കുക എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളോട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജിയും വേണമെങ്കിൽ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അത്രയും ആ ഒരു പരസ്പര വിശ്വാസത്തോടു കൂടി പോയിരുന്ന ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ ഈ ഒരു വ്യക്തി എന്തെങ്കിലും റിലേഷൻഷിപ്പിനകത്തോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലെല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും.
അപ്പോൾ നമ്മളുടെ പാർട്ട്ണറെ മറച്ചു വെച്ച് നമ്മളൊരു കാര്യം ചെയ്യുക. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ മറച്ചു വെച്ച് ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു പ്രവൃത്തി നിങ്ങളെ ഹൈഡ് ചെയ്ത് ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളോട് പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഹൈഡ് ചെയ്ത് വെച്ച് ചെയ്തൊരു കാര്യമാണ്. അത് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും സാധിക്കാത്തൊരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി എന്താണോ നിങ്ങളെ ചീറ്റ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാതെ ഒളിച്ചു വെച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു 9 ഓഫ് സോഡ്സിൻ്റെ എനർജി, 8 ഓഫ് സോഡ്സിൻ്റെ എനർജി എല്ലാം വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥത സമാധാനമൊന്നും ആ ഒരു വ്യക്തിക്ക് തന്നെ ലൈഫിലില്ല. അവർക്ക് സമാധാനമായിട്ട് ചിലപ്പോൾ ഒന്ന് ഉണ്ണാനോ ഉറങ്ങാനോ പോലും കഴിയാത്തൊരവസ്ഥയായിരിക്കും. അതായത് ചില കാര്യങ്ങൾ അവനവനായിട്ട് തന്നെ വരുത്തി വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഈ ഒരു സമയത്തോടുകൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വ്യക്തി പറഞ്ഞ ആ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം പിൻവലിയുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ പേഴ്സണേ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു 8th കാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ആ ഒരു ലേഡിയെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കാനാവാത്ത വിധം ഒരു ഡെവിൾ എനർജി പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു തരത്തിലാണ് അത് ഇതിൻ്റെ ഒരു ഇമേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ്, അവരെത്ര അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നില്ല. ആ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നിങ്ങളോട് വഴക്കിന് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നുണ്ടാവാം. നിങ്ങളായിട്ട് തന്നെ ഈ ഒരു പേഴ്സണോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോ ഒക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ട് തന്നെ ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന രീതിയിൽ പെരുമാറിയെന്ന് വരാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് തന്നെ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നറിയാതിരിക്കുന്നൊരു അവസ്ഥയാണ്. ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവാം, അങ്ങനെയുള്ള ഇതിനകത്തേക്ക് പോകരുത്, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടുപോകുന്നൊരവസ്ഥയാണ്, അവരെ വിശ്വസിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കേൾക്കാതെ പോയതായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിങ്ങളോടെല്ലാം ഓപ്പണായിട്ട് ഈ ഒരു പേഴ്സണ് പറയാൻ സാധിക്കുന്നില്ല. അവർക്ക് സംഭവിച്ച മിസ്റ്റേക്സ് അവർ തുറന്ന് പറയുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാനും കഴിയുന്നില്ല. ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ്. എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സിനകത്ത് തന്നെ ഈ ഒരു പേഴ്സൺ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യവും അവർക്ക് ഓപ്പണായിട്ട് ആരോടും പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് അത്രയും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ട്രാപ്പ് സിറ്റുവേഷനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ നിന്ന് ഇറങ്ങി പോരണം, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനവർക്ക് സാധിക്കാതെ ഇരിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് കുടുങ്ങിപ്പോയൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഒരു ട്രാപ്പിനകത്ത് ചിലപ്പോൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ചീറ്റിംഗ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ തന്നെ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുപോകുന്ന അവസ്ഥ, ഒരു ലീഗൽ ഇഷ്യൂസിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇറങ്ങിപ്പോരാനായിട്ട് അത്ര എളുപ്പമുള്ളൊരു സംഗതിയിലല്ല ഈ ഒരു പേഴ്സൺ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇവർ ഈ ഒരു സിറ്റുവേഷനകത്ത് കൊണ്ട് തലവെച്ച് കൊടുത്തത് വളരെ ഈസി ആയിട്ടായിരിക്കാം. പക്ഷേ വിചാരിച്ചതുപോലെ ആ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ഇവിടെ എല്ലാ കാര്യങ്ങളും ഓപ്പണപ്പായിട്ട് പറഞ്ഞിട്ടില്ല. ഇതിനകത്തും ഒരു ചീറ്റിംഗ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായിട്ട് പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പോലെ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ അല്ലെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്നൊരവസ്ഥയിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാലും അവർ ഹോണസ്റ്റായിട്ട് നിങ്ങളോട് പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റുകൾ സമ്മതിക്കാനുള്ള ഒരു വൈമുഖ്യം നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ ലേസി ആയിട്ട് പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ആർഗ്യുമെൻറ്റ്സ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ളൊരു എനർജിയാണ്. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നത് അതിലേക്ക് വരാനായിട്ട് ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ വീണ്ടും ഇതിനകത്തേക്ക് കിട്ടണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ചിലർക്കൊരു ലെസ് കോൺടാക്റ്റ് ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് ഇത് പഴയതുപോലെ ആക്കി കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ അതിനേക്കാളും മുൻപായിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു സ്വസ്ഥമായിട്ടുള്ളൊരു ലൈഫിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലവരുടെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മര്യാദക്ക് സമാധാനത്തിൽ പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും ചിലപ്പോൾ ഒരു സമയദോഷമൊക്കെ കൊണ്ടായിരിക്കാം ഒരു കെണിയിലൊക്കെ ചെന്ന് പെടുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അറിയാതെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് തലവെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സമാധാനവും സ്വസ്ഥതയും
അവനവനായിട്ട് തന്നെ കളയുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകാറുണ്ട് പലരും. ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്നേഹമുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മാനസികമായിട്ട് ദുഃഖം ഒറ്റയ്ക്ക് സഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അതവർ എന്തുകൊണ്ടോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത കാര്യം നിങ്ങളോട് തന്നെ അവർക്ക് ഓപ്പണായിട്ട് പറയാനുള്ള വൈമുഖ്യം കൊണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർക്ക് സ്വയം ഫിനിഷ് ചെയ്യാം എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ഷെയർ ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വെറുക്കുന്നു, അതുകൊണ്ട് അവർ ദേഷ്യം കാണിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ ആവാനായിട്ട് ഒക്കെ അവർ ആഗ്രഹിക്കുന്നതോ ആ ഒരു 4 ഓഫ് വൺസിൻ്റെ എനർജി നമുക്ക് കാണാം. ആ ഒരു സന്തോഷമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തിരിച്ചു വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹം പഴയതുപോലെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ കാരണം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നതും ആ ഒരു ഹെയർഫണ്ട് എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഒരു പ്ലാറ്റോണിക് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന് അത്രയും വാല്യൂ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് അതൊന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത്. നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരണം, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അതെല്ലാം മാറ്റിയെടുക്കണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷനും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിനാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ടൈം പീരീഡ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം. അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർ നോ കോൺടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം, സെപ്പറേറ്റ് ആയിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ടാവാം, ചിലർ ഇപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ പിന്നാലെ നടന്ന് വിഷമിക്കുന്നുണ്ടാവാം, അവർ പഴയതുപോലെ ആയാൽ മതി എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്നേഹമില്ലായ്മയല്ല പ്രശ്നം. ഈ ഒരു പേഴ്സൻ്റെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ നിങ്ങളോടും ദേഷ്യമായിട്ട് അവർ പുറമേ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ചിലരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. എന്തെങ്കിലും മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് അങ്ങോട്ട് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ തീർത്തും അറ്റൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളോട് ഈ ഒരു പേഴ്സണ് സ്നേഹമുണ്ട്. പാസ്റ്റിലായാലും പ്രസൻറ്റിലായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വന്ന വ്യത്യാസം എന്ന് പറയുന്നത്, പാസ്റ്റിലുള്ളൊരു എനർജിയിൽ ഈ ഒരു പേഴ്സൺ അത്രയും ട്രസ്റ്റ്ഫുള്ളായിട്ട് നിങ്ങളോട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രയും ഹോണസ്റ്റ് ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇപ്പോൾ അതിനകത്ത് തീർത്തും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആ ഒരു നെഗറ്റീവ് വൈബ് കയറി വന്നിട്ടുണ്ട്. ഒരു കള്ളം പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ 100 കള്ളം പറയേണ്ടി വരുമെന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിപ്പോയിട്ടുള്ള ആ ഒരു തെറ്റിലെ കാര്യങ്ങളിലെല്ലാം മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. പക്ഷെ അത് ഓപ്പൺ അപ്പായിട്ട് ഈ ഒരു പേഴ്സൺ സമ്മതിച്ച് തരികയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിലവിലത്തെ എനർജിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വളരെ കുറച്ച് പേർക്കായിരിക്കാം ചിലപ്പോൾ ഇത് റെസണേറ്റ് ആവുന്നത്. നമ്മളിവിടെ പാസ്റ്റ് എനർജിയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള എനർജിയും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്ലൂസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇത്തരത്തിലാണോ ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ സ്ട്രോങ് ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബന്ധം പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.